ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മീൻകറിയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന എന്നാൽ അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻകറിയാണ്. മാന്തൾ എന്ന് നമ്മളൊക്കെ പറയുന്ന മീനുണ്ടല്ലോ, നങ്ക്, അത് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി മാന്തൾ മുളകിട്ടത്. പിന്നെ നിങ്ങൾക്ക് നങ്കു വൃത്തിയാക്കാൻ അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത്. നങ്കു വൃത്തിയാക്കാൻ വളരെ എളുപ്പമാണ്. മറ്റു മീനുകൾ വെട്ടുന്ന പോലെ യാതൊരു പാടുമില്ല. പെട്ടെന്ന് തന്നെ നമുക്കിത് വൃത്തിയാക്കി എടുക്കാൻ പറ്റും. സാധാരണ മാന്തള് ഇതുപോലെ തൊലി കളഞ്ഞിട്ടാണ് എടുക്കുന്നത്. തൊലി ഇങ്ങനെ ഉരിച്ചു കളയുകയാണ് ചെയ്യുന്നത്. രണ്ട് ഭാഗത്തെ മുള്ളൊന്ന് വെട്ടിക്കളഞ്ഞിട്ട് രണ്ട് വശത്തെയും തൊലി ഇങ്ങനെ ഉരിച്ചെടുത്താൽ മതി. പിന്നെ അതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്താൽ മതി. ഇത്രേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. നമ്മൾ സാധാരണ കോട്ടയം സ്റ്റൈൽ മീൻകറിയൊക്കെ വെച്ചാൽ ഇതിന് ഒരുപാട് ദശയൊന്നും ഇല്ലാത്ത മീനായതുകൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് ഇത് കൊള്ളില്ല. പക്ഷേ ഇതുപോലെ മുളകിട്ട് ചെയ്യുവാണെങ്കിൽ സൂപ്പർ ആയിരിക്കും. വറുത്താലും നല്ലതാണ്. പിന്നെ മാന്തൾ എങ്ങനെ പീര വെക്കുന്നതെന്ന് അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഞാനൊരു മത്തിപ്പീര വെക്കുന്ന റെസിപ്പി കൊടുത്തിട്ടുണ്ട്. അതുപോലെ അങ്ങ് ചെയ്താൽ മതി. സൂപ്പർ ടേസ്റ്റ് ആണ്. ഇപ്പം നമ്മൾ മീനൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് നന്നായിട്ടെല്ലാം ഒന്ന് കഴുകിയൊക്കെ എടുക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തിട്ട് നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. മാന്തൾ മുളകിട്ടത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ ഇപ്പോൾ ഒരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അടുപ്പൊന്നും കത്തിച്ചിട്ടില്ല. അടുപ്പത്ത് അത് വെച്ചിരിക്കുന്നേ ഉള്ളൂ. നിങ്ങൾ ഏത് ചട്ടിയാണോ കറി ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അത് തന്നെ എടുത്ത് വെക്കുക. ആദ്യം തന്നെ ഇതിലേക്ക് ഒരു സവോള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം സവോളയാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, അതുപോലെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്. പിന്നെ നമ്മളുടെ എരിവിന് ആവശ്യമായ പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 7 പച്ചമുളകാണ്. ഒരുപാട് എരിവൊന്നുമില്ല, എന്നാൽ ചെറിയ എരിവുള്ളതാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ 2 ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ ഒരെണ്ണത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ കേട്ടോ. ഇത് തീരെ ചെറുതായതുകൊണ്ടാണ് ഞാൻ 2 എണ്ണം എടുത്തത്. പിന്നെ കുറച്ച് കറിവേപ്പില, ഒരു 1-1.5 തണ്ട് കറിവേപ്പില ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഈ തക്കാളി വേണ്ട ഈ വലുപ്പത്തിലുള്ള തക്കാളിയാണ് ഞാൻ എടുത്തേക്കുന്നത്. തീരെ ചെറുതാണ്, അതുകൊണ്ടാണ് 2 എണ്ണം എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പൊടികളാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കാശ്മീരി മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടേബിൾ സ്പൂൺ. ഇത്രയും പൊടികൾ മതി. ഇത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ കറിയിൽ ഉലുവാപ്പൊടി ഉപയോഗിക്കത്തില്ലേ. കറിയിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാവേ. പിന്നെ ഇതിലേക്ക് വേണ്ടത് പുളിയാണ്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് കുടംപുളിയാണ്. 2 ചുള കുടംപുളി ഞാൻ ഒരു 15 മിനിറ്റ് മുമ്പ് 1/4 കപ്പ് വെള്ളത്തിൽ, ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നതാണ്. അപ്പോൾ ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ കൈ കൊണ്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഞെരടി ഇട്ട് കൊടുക്കണേ. ഇനി കറിക്ക് ആവശ്യമായ ബാക്കി വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. നങ്കായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒരുപാട് വെള്ളം വെച്ച് കഴിഞ്ഞാൽ കൊള്ളത്തില്ല. ഒരു 2 കപ്പ് അല്ലെങ്കിൽ 2.5 കപ്പ്, അതിൽ കൂടുതൽ വേണ്ടേ. ഈ തക്കാളിയൊക്കെ കൈ വെച്ച് നന്നായിട്ടൊന്ന് ഞെരടി ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുപ്പ് കത്തിച്ചു കൊടുക്കാം. ഈ പൊടികളൊന്നും നമ്മൾ വഴറ്റിയല്ല ചേർത്തേക്കുന്നത്, അതുകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ആ പച്ചമണമൊക്കെ ഒന്ന് പോകുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിലും ഈസി ആയിട്ട് ഒരു മീൻകറി വെക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് എളുപ്പമാണ്. പിന്നെ നമ്മൾ ട്രഡീഷണൽ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന മീൻകറി പോലെ അല്ല എന്നുള്ളൊരു ഇതേ ഉള്ളൂ. പക്ഷേ എളുപ്പത്തിലൊക്കെ ഒരു മീൻകറി വെക്കാൻ ഇത് നല്ലതാണ്. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരു 3-4 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. തിളച്ച ഉടനെ മീൻ ഇട്ട് കൊടുക്കരുത്. ഒരു 3-4 മിനിറ്റ് ഇങ്ങനെ കിടന്ന് തിളയ്ക്കണം. അതിനുശേഷമേ മീൻ ഇട്ട് കൊടുക്കാവൂ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പേസ്റ്റായിട്ട് ചേർക്കാം. സവോളയ്ക്ക് പകരം ചുവന്നുള്ളി ചേർക്കേണ്ടവർക്ക് ചേർക്കാം. സവോള വേണമെങ്കിൽ ചോപ്പ് ചെയ്ത് ചേർക്കാം. സവോള അരച്ച് ചേർക്കരുത്. ചോപ്പ് ചെയ്ത് ചേർക്കുവാണെങ്കിൽ ഇതിൽ വലിയ കഷ്ണങ്ങളായിട്ടൊന്നും കാണത്തില്ല. ഇപ്പം ഇതെല്ലാം മിക്സായി വന്നിട്ടുണ്ട്. ചുവന്നുള്ളിയാണ് ചേർക്കുന്നതെങ്കിൽ ഒരു 7-8 എണ്ണമൊക്കെ മതിയേ. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നങ്ക് ചേർത്ത് കൊടുക്കാൻ പോവാണേ. ഞാനിവിടെ 1/2 കിലോ മീനാണ് എടുത്തിരിക്കുന്നത്. മീൻ ചേർക്കുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ ഒന്ന് ഉപ്പും മുളകും അതുപോലെ പുളിയൊക്കെ ഒന്ന് നോക്കണേ. എന്നിട്ട് കുറവുണ്ടെങ്കിൽ എല്ലാം ഒന്ന് ഇട്ടൊക്കെ കൊടുത്തിട്ട് വേണം, ഒന്നുകൂടെ ഒക്കെ നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ട് വേണം മീൻ ചേർത്ത് കൊടുക്കാൻ. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് തീരെ ദശയില്ലാത്ത മീനല്ലേ, വെന്ത് തുടങ്ങിയാൽ മൊത്തം പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വേവാൻ പാകത്തിലൊന്ന് വെള്ളത്തിലോട്ടൊക്കെ ഒന്ന് താഴ്ത്തി വെച്ച് കൊടുക്കാം. ഇനി ഇത് അവിടെ ഇരുന്ന് വെന്തോളും. പെട്ടെന്ന് തന്നെ ആയി വരും. ഇതിനധികം വേവൊന്നുമില്ല.
പിന്നെ ഈ മീൻകറി തയ്യാറാക്കാനായിട്ട് ചെറിയ മീനുകളാണ് നല്ലത്. മത്തി എടുക്കാം, അയല എടുക്കാം, അല്ലെങ്കിൽ ചൂട കറി വെക്കുന്നവരുണ്ടെങ്കിൽ പൊടിമീനില്ലേ അത് കറി വെക്കുന്നവരുണ്ടെങ്കിൽ അത് ഈ രീതിയിൽ കറി വെക്കാം. ഇതുപോലെ നങ്ക്, ഇതുപോലെ ചെറിയ മീനുകളാണ് ഈ രീതിയിൽ കറി വെക്കാൻ ഏറ്റവും നല്ലത്. തുണ്ടമ്മീൻ വെച്ച് കഴിഞ്ഞാൽ, അതായത് വലിയ മീനുകൾ, പീസ് മീനുകൾ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ രുചിയൊന്നും അതിന് കിട്ടത്തില്ല. അങ്ങനെയുള്ള മീനൊക്കെ നമ്മൾ കോട്ടയം സ്റ്റൈലിൽ തന്നെ വെക്കണം. ഞാൻ എൻ്റെ സ്ഥലത്തെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ഏത് രീതിയിലാണ് ട്രഡീഷണൽ ആയിട്ട് വെക്കുന്നത് ആ രീതിയിൽ വെച്ചാലാണ് അങ്ങനത്തെ വലിയ മീനുകളൊക്കെ നന്നാവുക. ഇത് ചെറിയ മീനുകൾ വെക്കാൻ പറ്റിയ ഒരു കറിയാണ്. അടച്ചു വെച്ച് വേവിക്കേണ്ട കാര്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ആവും. ഇളക്കുമ്പോൾ സൂക്ഷിച്ച് വേണം കേട്ടോ, പൊടിഞ്ഞു പോവല്ലേ. ചട്ടി ഇട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ ഈ അടുപ്പത്ത് ഞാൻ ചുറ്റിക്കാൻ പോയാൽ എൻ്റെ കൈ പൊള്ളും. അതുപോലെ ചൂടുള്ള അടുപ്പാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത്. ഇപ്പം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, മീൻ്റെ ആ ടേസ്റ്റൊക്കെ ഗ്രേവിയിലോട്ട് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും സൂപ്പർ മീൻകറി കേട്ടോ. ഇപ്പോൾ ഈ മീൻ വെന്ത് വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് മാക്സിമം മതി ഇത് വെന്ത് വരാനായിട്ട്. അത്രയ്ക്ക് വേവ് കുറവുള്ള മീനാണ്. അതിൽ കൂടുതലിട്ട് ഇങ്ങനെ തിളപ്പിച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം പൊടിഞ്ഞു പോകും. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണേ. നന്നായിട്ട് വെന്തിട്ടുണ്ട്, ഗ്രേവി എല്ലാം പരുവത്തിനാണ്. ഇനി ഏറ്റവും അവസാനമായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് വെളിച്ചെണ്ണയാണ്. ഇതുവരെ ഇതിൽ വെളിച്ചെണ്ണ ഒന്നും ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാനൊരു 2-2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ഒരു തണ്ട് കറിവേപ്പില ഒന്ന് നന്നായിട്ട് പിച്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ കറിവേപ്പിലയുടെ ആ ഒരു മണവും വെളിച്ചെണ്ണയും എല്ലാം കൂടെ ആകുമ്പോൾ നല്ല അടിപൊളി കറിയാണ്. ഇനി ഇത് അടച്ചു വെക്കാൻ പോവാണേ. ഇത് ഈ അടുപ്പത്തുനിന്ന് ഇറക്കി വെക്കണം, അല്ലെങ്കിൽ ഇത്തയിലിരുന്ന് വീണ്ടും കുറുകി പോകും. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതെങ്ങനെയുണ്ടെന്ന് കാണിക്കാവേ. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. നല്ല അടിപൊളി കറിയായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ കളർ തന്നെ കണ്ടില്ലേ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്. ട്രൈ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്ക് കൂടെ പറയണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്